നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തു. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ, ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മളുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പുറം നമുക്ക് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനും വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം ഇതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് കറിക്കനുസരിച്ച് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം ഇതിലോട്ടൊരു നുള്ളും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു നുള്ളും കൂടി ഉപ്പിട്ടെടുത്തു. ഉപ്പ് ഓരോരുത്തർ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അങ്ങനെ ഇതൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മല്ലി ചപ്പും പുതിനയും ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.